ഡ്രസ്സിൻ്റെ വർക്കാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മെഷീൻ എംബ്രോയ്ഡറിയിലാണ് നമ്മൾ ഈ ഒരു വർക്ക് ചെയ്യുന്നത് കേട്ടോ. കമ്പ്യൂട്ടറൈസ്ഡ് മെഷീനാണ് ഇപ്പോൾ കൂടുതലും എല്ലാവരും വർക്ക് ചെയ്യുന്നത്. കാരണം ഞാനും ഒരു കമ്പ്യൂട്ടറൈസ്ഡ് മെഷീൻ വാങ്ങിയിട്ടുണ്ട്. പക്ഷേ എന്താണ്, എനിക്കിപ്പോഴും മാനുവലി ഇങ്ങനെ ചെയ്യുന്നതാണ് എനിക്കിഷ്ടം. എനിക്ക് സെറ്റായിട്ട് പോകുന്നത് ഇങ്ങനെ ഒരു മാനുവലി ചെയ്യുന്നതാണ് കേട്ടോ. കാരണം നമ്മളിത് ചെറുപ്പത്തിലേ പഠിച്ചത് കൊണ്ടായിരിക്കാം എന്താണെന്ന് അറിയില്ല, ഇപ്പോഴും ഇങ്ങനെ ഒരു ഇതിൽ ചെയ്യുമ്പോഴാണ് എനിക്കിഷ്ടം. കാരണം ഇങ്ങനെ മാനുവലി ചെയ്യുന്നവർ അധികം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാവരും കൂടുതലും കമ്പ്യൂട്ടറൈസ്ഡാണ് ചെയ്യുന്നത് ഇപ്പോൾ. അപ്പോൾ ഇങ്ങനെ മാനുവലി ഇപ്പോഴും ഇങ്ങനെ വർക്ക് ചെയ്യുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കാരണം നമുക്ക് ഒരുപാട് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഒന്ന് അവരോട് ചോദിക്കാനും കാര്യങ്ങൾക്ക് വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഈ കമ്പ്യൂട്ടറൈസ്ഡ് വരെ കുഴപ്പമൊന്നുമില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഞാനത് വാങ്ങിയത് തന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ടൈം കുറച്ചും കൂടി കിട്ടും. കാരണം നമ്മൾ അതിനകത്തൊരു വർക്ക് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പുറത്ത് നമ്മുടെ വേറെ വർക്ക് ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് കൂടുതലത് വാങ്ങിയത്. പക്ഷേ എന്താണോ ഇപ്പോഴും ഞാനും ഒരു മെഷീനും തമ്മിൽ അത്ര സെറ്റല്ല. ഇപ്പോഴും ഞാനിങ്ങനെ മാനുവലി തന്നെ ചെയ്യുന്നത്. ചെറുപ്പത്തിലേ നമ്മളിത് പഠിച്ചത് കൊണ്ടാവാം, പിന്നെ ഇതിനോട് ഭയങ്കര ഒരു ഇഷ്ടമുണ്ട്. അത് കാരണം ഇതിപ്പോഴും ഇങ്ങനെ കൂടെ കൊണ്ട് നടന്ന് ഇപ്പോൾ ഇതെൻ്റെ ഒരു ജീവിത മാർഗ്ഗമായിട്ട് ഞാൻ ഫുള്ളായിട്ട് ഇതേ കൊണ്ട് നടക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതെൻ്റെ ഒരു ബാക്ക് സൈഡാണ്. എനിക്ക് പേപ്പർ ഇങ്ങനെ കീറിക്കളയുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇത് നമ്മൾ വർക്ക് എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മളിത് സ്റ്റിച്ച് ചെയ്യണം. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഫുള്ളൊരു ലുക്കായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് കാണാം കേട്ടോ. താങ്ക് യു.